ഹായ് ഗൈസ്, നമുക്ക് കുറച്ച് ദുബായ് വിശേഷങ്ങളായാലോ. ദുബായിലേക്ക് വന്നപ്പോൾ തൊട്ട് ഞാൻ വിചാരിക്കുന്നതാണ് നിങ്ങളോട് കുറച്ച് ഇവിടുത്തെ കാര്യങ്ങൾ ഷെയർ ചെയ്യണം എന്നുള്ളത്. അപ്പം ഇന്ന് ഞാൻ അത് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ ഇപ്പോൾ ദുബായിൽ വന്നിട്ട് 1 ഇയർ ആയി. ഞാൻ കഴിഞ്ഞ വർഷം മാർച്ചിലാണ് ദുബായിലേക്ക് വന്നത്. എൻ്റെ ഹസ്ബൻഡ് ഇവിടെ വർക്ക് ചെയ്യായിരുന്നു കേട്ടോ. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു 3 മന്ത്സ് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഞാൻ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആവുന്നത്. ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണെന്ന് എനിക്കറിയാം, ദുബായിലേക്ക് വന്ന് ഹസ്ബൻഡിൻ്റെ കൂടെ താമസിക്കുക എന്നുള്ളത്. അത് എല്ലാവരെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വപ്നമായിരിക്കുള്ളൂ. അപ്പം ഞാൻ എൻ്റെ സ്വപ്നത്തിലേക്ക് എത്തിയത് എങ്ങനെയാണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പം കുഞ്ഞിലേ മുതലുള്ള ആഗ്രഹമായിരുന്നു ഗൾഫിൽ വന്ന് സെറ്റിൽ ആവണം എന്നുള്ളത്. പക്ഷേ ഇപ്പോഴാണ് അതിനുള്ളൊരു ആപ്റ്റായിട്ടുള്ളൊരു ടൈം കിട്ടിയത്. അപ്പം എനിക്ക് ഇങ്ങോട്ട് വരുന്ന സമയത്ത് നാട്ടിൽ നിന്ന് ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടോ, ഇപ്പം എന്തിനാ പോകുന്നത്, കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പോയാൽ പോരെ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ളത്. പക്ഷെ ഞാൻ ഉറച്ചൊരു തീരുമാനം എടുത്തു, ഞാൻ പോവുകയാണ് എന്നുള്ളത്. ആ ഒരു തീരുമാനത്തിൽ ഞാൻ ഉറച്ചു നിന്നതുകൊണ്ടാണ് എനിക്കിപ്പം ഇവിടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ താമസിക്കാനായിട്ട് പറ്റിയത്. പിന്നെ ഞാനിവിടെ വരുന്ന സമയത്ത് ഞാൻ നേരിട്ടിരുന്ന കുറച്ച് കാര്യങ്ങളായിരുന്നു. ഈ നാട്ടിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ജോലിയുള്ള ഒരാളായിരുന്നു. ആ ജോലി ഡ്രോപ്പ് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ ജോലി കിട്ടുമോ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഞാൻ മാർച്ച് ടൈമിലാണ് വന്നത്, പെരുന്നാളിൻ്റെ ആ ഒരു ടൈമിലായിരുന്നു വന്നത്. പക്ഷേ എനിക്ക് എല്ലാത്തിനും ഒരു നിമിത്തം ഉണ്ടാവും എന്ന് പറയത്തില്ലേ, അതുപോലെ തന്നെയായിരുന്നു എനിക്കിവിടെ വരാനായിട്ട് ഒരു നിമിത്തം പോലെ ഒരു ജോലി കിട്ടി. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നാട്ടിൽ വെച്ചിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് പോരണം എന്നുള്ളൊരു മൈൻഡിൽ ഞാൻ നാട്ടിൽ വെച്ചിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അപ്ലൈ ചെയ്ത് എനിക്ക് ഇൻഡീഡ് വഴി ഒരു ജോലി കിട്ടി. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ജോലി കിട്ടിയതിന് ശേഷമാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും, എന്തൊരു ലക്കിയാണ്, ജോലി നാട്ടിൽ നിന്ന് തന്നെ കിട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ സാധിച്ചല്ലോ എന്നൊക്കെ. പക്ഷേ അതിലൊരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ്. ആ ജോലിക്ക് ഞാൻ വന്ന് ജോയിൻ ചെയ്തു. വന്ന് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് അവിടെ ഒരു ഫ്രോഡായിട്ടുള്ള കാര്യമാണ് നടക്കുന്നത് എന്നുള്ളത്. അതായത് അവിടെ ഈ വിദേശത്തേക്കൊക്കെ ആൾക്കാരെ പറഞ്ഞു വിടുന്നു എന്ന് പറഞ്ഞിട്ട് അവരുടെ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് അങ്ങനെ ഒരു വ്യാജമായിട്ടുള്ളൊരു പരിപാടിയാണ് ആ ജോലി സ്ഥലത്ത് നടന്നിരുന്നത്. അപ്പം അതെനിക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനത് ഡ്രോപ്പ് ചെയ്തു. ആ ജോലി ഡ്രോപ്പ് ചെയ്തതിന് ശേഷം ഞാനിവിടെ പിന്നെ ജോലി അന്വേഷിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അങ്ങനെ അന്വേഷിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. കാരണം മാർച്ച് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ചൂട് കൂടിയൊരു ടൈമാണ്. ഏപ്രിൽ, മെയ്, ജൂൺ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ചൂടാണ്. അപ്പം 3 മാസം ഞാൻ ജോലി ഇല്ലാതെ വീട്ടിൽ തന്നെ ഇരുന്നു. അപ്ലൈ ചെയ്തിട്ടൊന്നും എനിക്ക് ഇൻ്റർവ്യൂ കോൾസ് പോലും വരുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് എൻ്റെ ഒരു ഫ്രണ്ട് വഴിയായിട്ടാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് എനിക്ക് ജോലി കിട്ടിയത് കേട്ടോ. ഇവിടെ നമ്മൾ ആഗ്രഹിച്ച ജോലി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പാടാണെങ്കിലും നമ്മൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജോലി കിട്ടും. നമ്മൾ ട്രൈ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ വന്നതിന് ശേഷം നമ്മൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ജോലിക്ക് കയറുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് വെച്ച് ഇവിടെ എക്സ്പീരിയൻസ് ആവുന്ന സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു പ്രൊഫൈലിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റും എന്നാണ് കേട്ടോ ഞാനിപ്പോൾ വിശ്വസിക്കുന്നത്. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും, ഇവിടെ ഭയങ്കര എക്സ്പെൻസ് ആണ്, താമസിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും എല്ലാ കാര്യങ്ങളും ഇവിടെ എക്സ്പെൻസ് ആണെന്നുള്ളത്. 2 പേർക്കും ജോലി ഇല്ലാതെ ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഒരു 80% അത് ശരിയായിട്ടുള്ള കാര്യമാണ്. ഇവിടെ ലിവിങ് കോസ്റ്റ് കാര്യങ്ങളൊക്കെ ഇച്ചിരി കൂടുതലാണ്. പക്ഷേ നമ്മൾക്ക് ഒരുമിച്ച് താമസിക്കണം എന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു സ്റ്റെപ്പ് വയ്ക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിനൊക്കെ ആയിട്ട് സംസാരിച്ചിട്ട് നിങ്ങൾ തമ്മിൽ സംസാരിച്ച് വേറെ ഒരാളുടെ താല്പര്യവും നിങ്ങൾ നോക്കണ്ട, പാർട്ട്ണറായിട്ട് സംസാരിക്കുക. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വരിക. ഇവിടെ വന്നിട്ട് ജോലി നിങ്ങൾക്ക് കണ്ടുപിടിച്ച് ചെയ്യാൻ നിങ്ങൾക്ക് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിപൊളി ആയിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഫസ്റ്റ് തന്നെ നമ്മൾ വരുമ്പോഴത്തേക്കും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു ലക്ഷറി ലൈഫ് നമുക്കിവിടെ കിട്ടണം എന്നില്ല. ഫസ്റ്റ് തന്നെ നമുക്ക് കുറച്ച് സ്ട്രഗിളിങ് ഒക്കെ ഉണ്ടാവും. ഒരു 2-3 ഇയർ കഴിഞ്ഞാലാണ് നമ്മളുടെ ജോലി കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റായി നമ്മളൊന്ന് അടിപൊളിയായിട്ട് നമുക്ക് ജീവിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പം അതുവരെ നമ്മൾ ഭയങ്കര ലക്ഷറി ലൈഫിലേക്ക് അതുവരെ നമ്മൾ ഒരു ലക്ഷറി ലൈഫിലേക്ക് പോവാതെ ഒരു നോർമൽ ലൈഫ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ അത്യാവശ്യം അടിച്ചു പൊളിച്ച് ജീവിക്കാനായിട്ട് പറ്റൂ കേട്ടോ.
പിന്നെ ഇവിടുത്തെ കോസ്റ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് എല്ലാവർക്കും താല്പര്യം ഉണ്ടാവും. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു സ്റ്റാർട്ടിങ് പോലെ ഞാൻ ചെയ്തതാണ്. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാനുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാം കേട്ടോ. കാരണം ചില സമയത്ത് നമുക്ക് കുറച്ച് ഇതൊക്കെ വരും. കാരണം നാട്ടിലത്തെ പോലെ നമുക്കിപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നാട്ടിൽ അത്യാവശ്യം അടിച്ചുപൊളിച്ച് നടന്നിരുന്ന ഒരാളാണ്. ഇവിടെ വന്നതിന് ശേഷം അടിച്ചുപൊളിക്ക് കുറവില്ലെങ്കിലും നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു നോർമൽ ലൈഫ് നമ്മൾ നിൽക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ഇതാക്കേണ്ടി വരും. അപ്പം അതുകൊണ്ട് തന്നെ ആദ്യമൊക്കെ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ അത്യാവശ്യം ഹാപ്പി ആയിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇതേപോലുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവില്ലേ, ഹസ്ബൻഡിൻ്റെ കൂടെ നിൽക്കണം എന്നൊക്കെ ഉള്ളത്. അപ്പം അത് നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ, ഒരു സ്റ്റെപ്പ് നമ്മൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് സാധിക്കാനായിട്ട് പറ്റുന്നതേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് കൂടുതൽ എന്താണ് നിങ്ങൾക്ക് അറിയണ്ടേന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ ഞാൻ കൂടുതൽ വീഡിയോസൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും കാര്യങ്ങളെ പറ്റി അറിയണം എന്നുണ്ടെങ്കിൽ എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ ബൈ.